ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യലായ മധുര പച്ചടിയാണ് കേട്ടോ. പൈനാപ്പിൾ പച്ചടിയാണ്. ഏത് സദ്യയിലും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഈ മധുര പച്ചടി. അപ്പോൾ ഈ മധുര പച്ചടി എങ്ങനെ തയ്യാറാക്കുക നോക്കിയാലോ? അതിനായിട്ട് ഞാനിതാ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു പൈനാപ്പിളാണ്. നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ വേണം ഈ മധുര പച്ചടി തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊക്കെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമുക്ക് നന്നായിട്ട് തന്നെ മുറിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിതാ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചടിയൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഒരു പൈനാപ്പിളാണ് നമ്മൾ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഞാൻ ഇതാ കുറച്ച് കഷ്ണങ്ങൾ, അതാ ഒരു 2 പിടി കഷ്ണങ്ങൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ 1 ടീസ്പൂണോളം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുള്ള പൈനാപ്പിൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആ മിക്സിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊക്കെ ഒന്ന് തിളച്ചൊക്കെ വന്നപ്പോൾ പകുതി വേവായപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പും പുളിയും മധുരവും ഒക്കെ ഒന്ന് നോക്കി കൊടുക്കണം. മധുരം ഇല്ലെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചാണല്ലോ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇത് 1/2 മുറി നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചടിയിൽ എപ്പോഴും കടുകിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരാം. പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ദാ ഇതുപോലെ. അപ്പോൾ നാളികേരമൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇതാ തൈര് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കട്ടയൊക്കെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. തൈര് നമ്മൾ പച്ചടിക്കൊക്കെ ഒഴിക്കുമ്പോൾ മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് കറക്കിയെടുക്കാനായിട്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതാ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിട്ടുള്ള നാളികേരം മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയൊക്കെ ഇതവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തൈരും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒന്ന് വറുത്തിടണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലോട്ട് കടുകും മുളകൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറുത്ത മുന്തിരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷേ സദ്യയിലൊക്കെ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പം നമ്മുടെ ഓണം സദ്യ സ്പെഷ്യലായ പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്